ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ റിസ്ക് മാനേജ്മെന്റ് സന്ദേശത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫാണ് ഇത്. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ പ്രോസസ്സിംഗ് നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ? ടെൻഷൻ ആവണ്ട, ഇതെന്താണ് എന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നും പെട്ടെന്ന് നോക്കാം. ഒന്നാമതായി, എന്തിനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്? നിങ്ങൾ ഫയൽ ചെയ്ത ITR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിസ്ക് ചെക്കിങ്ങിൽ പെട്ടതാണ് ഇതിന്റെ കാരണം. സാധാരണയായി ഇതിന് 3 കാരണങ്ങൾ ഉണ്ടാകും. ഒന്നാമത്, നിങ്ങൾ ക്ലെയിം ചെയ്ത റീഫണ്ട് വളരെ കൂടുതലായിരിക്കാം. രണ്ടാമത്, നിങ്ങളുടെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിഡക്ഷനുകൾ കൂടുതലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ അല്ലെങ്കിൽ അസാധുവായ ചില ഇളവുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാകാം. രണ്ടാമതായി, ഇതൊരു ലീഗൽ നോട്ടീസാണോ? അല്ല, ഒരിക്കലുമല്ല. ഇതൊരു ഒഫീഷ്യൽ നോട്ടീസ് അല്ല, ജസ്റ്റ് ഒരു ക്യാമ്പയിൻ റിസ്ക് മാനേജ്മെന്റ് മെസ്സേജ് മാത്രമാണ്. അതുകൊണ്ട് നിയമപരമായി ഇതിന് മറുപടി കൊടുക്കാനോ ITR മാറ്റാനോ നിങ്ങൾ നിർബന്ധിതരല്ല. അവസാനമായി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങളുടെ ക്ലെയിമുകളും കണക്കുകളുമെല്ലാം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ മെസ്സേജ് സുരക്ഷിതമായി അവഗണിക്കാം. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾ നൽകിയ കണക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് തിരുത്താനുള്ള ഒരു അവസാന അവസരമായി കണ്ടോളൂ. കാരണം ഇത് അവഗണിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ സ്ക്രൂട്ടിനിക്ക് പോകാം. അപ്പോൾ തെറ്റായ റീഫണ്ടിന് 3 ഇരട്ടി വരെ പിഴ അടയ്ക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, വലിയ പിഴയും പ്രശ്നങ്ങളും വരുന്നതിനു മുൻപ് തെറ്റായ ക്ലെയിമുകൾ സ്വയം തിരുത്താൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ മെസ്സേജ്.